ഒരുമാതിരി ബുദ്ധിയുള്ള ഒരു ആളും പറയുന്ന ഒരു കാര്യമല്ല ഈ ചെങ്കടലിന്റെ സമീപത്ത് പോയി പാളയം ഇറങ്ങാൻ. കാര്യം ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ, ഒരു പക്ഷേ ഫറവോൻ പിന്നാലെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്ന്. 10 കമാൻഡ്മെന്റ്സ് എന്ന് പറയുന്ന ഫിലിമിനകത്ത് ഫറവോൻ ഈ മിസ്രൈമ്യ സൈന്യവുമായിട്ട് ചേർന്ന്, അല്ലെങ്കിൽ അവരെയും കൊണ്ട്, സൈന്യത്തെയും കൊണ്ട് ഇസ്രായേൽ മക്കളെ പിന്തുടരുന്ന സമയത്ത് ചെങ്കടലിന്റെ തീരത്ത് ഇവർ പാളയം ഇറങ്ങുന്നത് കണ്ട് അത്യന്തം സന്തോഷിച്ചു. കാര്യം ഇവരെന്റെ കയ്യിൽ പെട്ടു എന്നുള്ളത് ഫറവോന് മനസ്സിലായി. അതുകൊണ്ട് ഫറവോൻ പറയുന്നൊരു കാര്യമുണ്ട്, ദ ഗാഡ് ഓഫ് ഇസ്രായേൽ ഈസ് എ പുവർ ജനറൽ. ഇസ്രായേലിന്റെ ദൈവം ഒരു യുദ്ധതന്ത്രജ്ഞതയും അറിയാൻ വയ്യാത്ത ഒരു പുവർ ജനറലാ. അല്ലെങ്കിൽ ഒരിക്കലും അവൻ എന്ത് ചെയ്യത്തില്ല, ഇസ്രായേൽ മക്കളെ ഈ ചെങ്കടലിന്റെ സമീപത്ത് കൊണ്ടുപോയി പാളയം ഇറക്കത്തില്ല. പക്ഷേ ചില മണിക്കൂറുകൾക്ക് ശേഷം ഫറവോന് മനസ്സിലായി അവനൊരു പുവർ ജനറലൊന്നും അല്ല. കാരണം എന്തെന്നറിയാമോ? എന്തിനാണ് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ ഈ ചെങ്കടലിന്റെ തീരത്തും കൂടെ കൊണ്ടുപോയെന്നുള്ളതിനെ കുറിച്ച് 2 ഉത്തരമുണ്ട് ഞാൻ നോക്കിയിട്ട്. ഒന്ന്, ഇസ്രായേൽ മക്കളെ ചെങ്കടൽ കടത്തുക എന്ന ലക്ഷ്യമുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. പക്ഷെ അതിനോട് ചേർന്ന് മറ്റൊരു കാര്യം കൂടെ ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫറവോനെയും സൈന്യത്തെയും ഈ ചെങ്കടലിൽ തള്ളി താഴെയിടുക, അവരെ നശിപ്പിക്കുക, അവരുടെ അന്ത്യം അവിടെ സംഭവിക്കുക എന്നൊരു ലക്ഷ്യം കൂടെ ദൈവത്തിന് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാകണം. ഇസ്രായേൽ മക്കളെ ചെങ്കടൽ കടത്തുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ മനസ്സിൽ ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിടുക എന്ന ലക്ഷ്യം കൂടെ പ്ലാൻ ചെയ്താണ് ദൈവം എന്ത് ചെയ്യുന്നത്, ഇസ്രായേൽ മക്കളെ ചെങ്കടലിന്റെ തീരത്ത് പാളയം ഇറക്കുന്നത്. ഒരുപക്ഷെ ആളുകൾ പെട്ടെന്ന് അത് ചിന്തിക്കത്തില്ല. അതായിരുന്നു ദൈവത്തിന്റെ ലക്ഷ്യമെന്ന് ഒരുപക്ഷെ ഫറവോന് മനസ്സിലായിട്ടില്ല. ഫറവോനത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് യഹോവയല്ല ഒരു പുവർ ജനറൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഹോവ വിടുവിച്ചു കൊണ്ടുപോയ ജനത്തിന്റെ പിന്നാലെ പോയ ഈ ഫറവോൻ തന്നെയാണ് ഒരു പുവർ ജനറൽ. കാര്യം ഫറവോനോ അവന്റെ സൈന്യവും ഇവിടെ എന്താ നമ്മൾ കാണുന്നത്, ചെങ്കടലിനുള്ളിൽ മുങ്ങി താഴുന്ന ഒരു കാര്യമാണ്, മുങ്ങി താഴുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. ഒരു ബിഷപ്പ്, ഇപ്പോഴത്തെ പല ബിഷപ്പുമാരും ഇങ്ങനത്തെ കഥകളൊന്നും വിശ്വസിക്കാത്ത ബിഷപ്പുമാരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു ബിഷപ്പ് ഒരു സഭയിൽ ഇങ്ങനെ വന്ന് പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഈ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പോരുന്ന കൂട്ടത്തിൽ ചെങ്കടൽ കടന്നു എന്ന് പറയുന്നതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. ഞാൻ ആ റൂട്ടിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ട്, അവിടെ ഒന്നും ഈ പറയുന്ന അത്രയും വെള്ളമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞത് അവിടെ ഇപ്പം മാക്സിമം മുട്ടറ്റം വെള്ളം കാണുമായിരിക്കും. അങ്ങനെ മുട്ടറ്റം വെള്ളത്തിൽ കൂടി ഇവരങ്ങ് നീന്തി അങ്ങ് കയറിപ്പോയെന്ന് ചിന്തിച്ചാൽ മതി, അല്ലാതെ ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല എന്ന് ബിഷപ്പ് പ്രസംഗിച്ച കേട്ടപ്പോൾ ഒരു വിശ്വാസി അതിന്റെ കൂട്ടത്തിലിരുന്നുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്ന് പറഞ്ഞ ഒരു വലിയൊരു സ്തുതി. ഉടനെ ബിഷപ്പ് ചോദിച്ചു, താനെന്തിനാണോ ഇത്ര അലറിക്കൂവിയാൻ ഹല്ലേലൂയ പറയുന്നത്? ഞാൻ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ ഹല്ലേലൂയ പറയാനുള്ളതൊന്നും അല്ലല്ലോ പറഞ്ഞത്, അല്ലേ? കാര്യം ദൈവം അങ്ങനെ വലിയ അത്ഭുതമൊന്നും ചെയ്തില്ല, ഇസ്രായേൽ മക്കൾ വെറുതെ അങ്ങനെ കയറിപ്പോയതേ ഉള്ളൂ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ താനെന്തിനാ എത്ര വലിയ ഹല്ലേലൂയ പറഞ്ഞത്? എന്നെ പറഞ്ഞു, തിരുമേനി, ഞാൻ ഇസ്രായേൽ മക്കൾ മുട്ടറ്റം വെള്ളത്തിൽ കൂടെ പോയ കാര്യം ഓർത്ത് അല്ല ഹല്ലേലൂയ പറഞ്ഞത്. പിന്നെ അല്ല, ഈ മുട്ടറ്റം വെള്ളത്തിലാണല്ലോ ദൈവം ഈ ഫറവോനെയും സൈന്യത്തെയും മുക്കിക്കളഞ്ഞതെന്ന് ഓർത്താ ഞാൻ ഹല്ലേലൂയ പറഞ്ഞത്. അപ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തിയെ നിസാരവൽക്കരിച്ച് കാണിക്കുവാൻ നമ്മളൊക്കെ എത്ര പരിശ്രമിച്ചാലും അതിനുള്ളിലും ദൈവം എന്ത് ചെയ്യാൻ കഴിയും, ദൈവത്തിന് മഹത്വം എടുക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പൊ ഇസ്രായേൽ മക്കളുടെ ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുമ്പോൾ ഈ ചെങ്കടലിന്റെ തീരത്തുകൂടെ നടത്തിയതിന് ദൈവത്തിനുണ്ടായിരുന്ന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ എതിരാളികളായിരുന്ന ഫറവോനെയും സൈന്യത്തെയും മുക്കിക്കളയുക, അല്ലെങ്കിൽ ചെങ്കടലിൽ മുക്കിക്കളയുക എന്നുള്ളതായിരുന്നു. ഇത് കൂടാതെ എന്താണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ, അതാണ് ശരിക്കും ആ പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് വീണ്ടെടുപ്പിന്റെ ആ പ്രോസസ്സ് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇസ്രായേൽ മക്കൾ 400 വർഷം ഫറവോന്റെ അടിമകളായിരുന്നതിന്റെ ഒരു കാരണം അവര് മിസ്രൈമിൽ താമസിച്ചത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിക്കണം. ഇസ്രായേൽ മക്കൾ മിസ്രൈമ്യരല്ല. ഇസ്രായേൽ മക്കൾ സെമിറ്റിക് വംശജരാണ്. അവര് കനാൻ നാട്ടിൽ നിന്ന് മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയവരാണ്. അങ്ങനെ ഇറങ്ങിപ്പോയി ഫറവോന്റെ രാജത്വത്തിൻ കീഴിൽ ഇവര് തലവെച്ചു കൊടുത്തത് കൊണ്ടാണ് ഇവർക്ക് എന്ത് സംഭവിച്ചത്, അടിമത്തം സംഭവിച്ചത്. വാസ്തവത്തിൽ
ഇവര് മിസ്രൈമിലാണോ, അല്ലെങ്കിൽ വാസ്തവത്തിൽ മിസ്രൈമിലെ ഫറവോൻ ഇവരുടെ മേൽ വല്ല അധികാരം ഉണ്ടോ? ശരിക്കുമില്ല. കാരണം ഇവർ മിസ്രൈമിലല്ല. പിന്നെ എന്താണ് ഫറവോൻ ഇവരെ അടിമകളാക്കാൻ കാര്യം? അവന്റെ രാജ്യത്ത് പോയി താമസിച്ചത് കൊണ്ടാണ്, അവന്റെ രാജ്യത്തിന്റെ ഭാഗമായതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഗ്രഹിക്കണം. ഈ ഇസ്രായേലിയർ ഫറവോന്റെ അടിമകളാകാനുള്ള കാരണം ഇസ്രായേൽ മക്കൾ തന്നെയാണ്. ഇസ്രായേൽ മക്കൾ ക്ഷാമമുണ്ടായപ്പോൾ എവിടെ പോയി താമസിച്ചു? മിസ്രൈമിൽ പോയി ഫറവോന്റെ കീഴിൽ പോയി താമസിച്ചു. നാച്ചുറലി അവൻ അവരെ അടിമകളാക്കി. ഈ അടിമത്തത്തിൽ നിന്ന് വിടുതൽ കിട്ടണമെങ്കിൽ ദൈവം തന്റെ നീട്ടിയ ഭുജം കൊണ്ടവരെ വിടുവിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും ഈ അടിമത്തത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ കിട്ടണമെങ്കിൽ ഫറവോന്റെ രാജ്യത്തിൽ നിന്നുള്ള ഒരു വിടുതൽ, ഫറവോന്റെ കയ്യിൽ നിന്ന് മാത്രമല്ല, ഫറവോന്റെ രാജ്യത്തിൽ നിന്നുള്ള ഒരു വിടുതൽ കൂടെ അത്യന്താപേക്ഷിതമായിരുന്നു. വാസ്തവത്തിൽ ചെങ്കടൽ കടക്കുമ്പോൾ ദൈവം ഉദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. എന്ത്? ഈ ചെങ്കടലിന് ഇക്കരെയുള്ള രാജ്യം എന്ന് പറയുന്നത് ഫറവോന്റെ രാജ്യമാണ്. ചെങ്കടൽ കടന്നു കഴിഞ്ഞാൽ അത് ഫറവോന്റെ രാജ്യമല്ല. ദാറ്റ്സ് എ ന്യൂ വേൾഡ്. ഒരു പുതിയ ലോകമാണ്, ഒരു പുതിയ രാജ്യമാണ്. ആ രാജ്യത്ത് ചെന്ന് ഫറവോൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നിങ്ങൾ എൻ്റെ അടിമകളാണെന്ന് പറയാനുള്ള അവകാശം ഫറവോന് ഇല്ല. ഇതുപോലെ തന്നെ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്ന നിമിഷം മുതൽ അവനൊരു ദൈവ പൈതലാണെങ്കിലും വീണ്ടും അവൻ താമസിക്കുന്നത് ഫറവോന്റെ രാജ്യത്തിലാണെങ്കിൽ ഫറവോൻ എപ്പോൾ വേണമെങ്കിലും അവന്റെ മേൽ അവകാശവാദം ഉന്നയിക്കാം. അതുകൊണ്ട് ദൈവം വളരെ ശക്തമായ ഒരു ഉപദേശം ദൈവസഭയ്ക്ക് നൽകിയിട്ടുണ്ട്. അതാണ് വേർപാട് എന്ന് പറയുന്ന ഉപദേശം. എന്താണ് വേർപാട്? വേർപാട് ഫറവോന്റെ രാജ്യത്തിൽ നിന്നുള്ള വേർപാടാണ്. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവരായ ജനം ഫറവോന്റെ രാജ്യത്തിൽ നിന്നുള്ള വേർപാടിന് വേണ്ടി വീണ്ടും അവന്റെ രാജ്യത്തിൽ നിന്നൊരു മോചനം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. അവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നീട് ദൈവരാജ്യത്തിലെ പ്രജയുടെ മേൽ പിശാചിന് എന്തില്ല? അവകാശം ഇല്ല. അതുകൊണ്ടാണ് ചെങ്കടൽ കടക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാകുന്നത്. ബാപ്റ്റിസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചെങ്കടൽ കടന്നതിനെ കുറിച്ചാണ് വാസ്തവത്തിൽ 1 Corinthians chapter 10 മറ്റേ നമ്മൾ കാണുന്നത്. അവിടെ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അവർ മോശയോട് ചേർന്ന് സമുദ്രത്തിലും മേഘത്തിലും കൂടെ സ്നാനമേറ്റു. സ്നാനം എന്ന് പറയുന്ന ഒരു പ്രക്രിയയുടെ മാത്രം കാര്യമല്ല. തലമുങ്ങത്തക്ക രീതിയിൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതല്ല ഇവിടുത്തെ വിഷയം. അതിൽ ഉള്ളടങ്ങിയിരിക്കുന്ന വലിയ ഒരു ആത്മീയ യാഥാർത്ഥ്യമുണ്ട്. എന്ത്? ഇന്നലെ വരെ ഞാൻ ലോകത്തിന്റെ വകയായിരുന്നു, ലോകത്തിന്റെ രാജ്യത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുഞ്ഞാടിന്റെ മരണത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞാൻ, കുഞ്ഞാടിനോടൊപ്പം ക്രൂശിൽ ചേർക്കപ്പെട്ട ഞാൻ, ഐ എം യുണൈറ്റഡ് വിത്ത് ഹിം ഇൻ ഹിസ് ഡെത്ത്. അവന്റെ മരണത്തിൽ പങ്കാളിയായി തീരുന്നതിന്റെ അടയാളമായി ഞാൻ അവനോടുകൂടെ മരിക്കുകയും അവനോടുകൂടെ അടക്കപ്പെടുകയും അവനോടുകൂടെ ഉയിർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. എന്തിന്? ഇനി അവനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. അതാണ് റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അതാണ് വാസ്തവത്തിൽ വേർപാടിന്റെ ഉപദേശം എന്ന് പറയുന്നത്. പിശാചിന്റെ സാമ്രാജ്യത്തിൽ നിന്നുള്ള പൂർണ്ണമായ വിടുതലാണ്, പിശാചിന്റെ ലോകത്തിൽ നിന്നുള്ള വിടുതലാണ്. അതിന്റെ ഒരു പബ്ലിക് സൈൻ എന്ന നിലയിലാണ് നമ്മൾ ബാപ്റ്റിസത്തെ കാണുന്നത്. അല്ലാതെ സ്നാനമേറ്റവരെല്ലാം പിശാചിൽ നിന്ന് മോചനം പ്രാപിച്ചെന്നല്ല. എന്തിന്റെ സിമ്പലായിട്ടാണ് നമ്മൾ അതിലേക്ക് കടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ആ സിമ്പൽ നമ്മൾ മനസ്സിലാക്കണം. ആ സ്നാനത്തിന്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കണം. എന്ത്? ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളെ ഭരിക്കുന്നത് ഫറവോനല്ല. ഇനിയിപ്പോൾ നമ്മുടെ മേൽ ഫറവോന് അവകാശമില്ല. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, ഫറവോന് ഞാൻ ഇനി അടിമയല്ല, പരമസിയോന് ഞാൻ അന്യനല്ല. ഈ പുതിയ ലോകത്തിൽ എന്താണ്? ഇനി ഫറവോന് ഞാൻ അടിമയല്ലെന്ന് മാത്രമല്ല, പരമസിയോന് ഞാൻ
അന്യനുമല്ല. ഇതാണ് ഒരു പുതിയ ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഇതാണ് വേർപാടിന്റെ ഉപദേശം. ചെങ്കടൽ കടക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അതാണ്. എന്നാൽ ചെങ്കടൽ കടന്ന ജനം പരമസിയോന് അന്യനല്ലെങ്കിലും പരമസിയോനിലേക്കല്ല. ഓഫ് കോഴ്സ് അവൻ ദൈവത്തിന്റെ ഭരണത്തിന് കീഴിലേക്ക് കടക്കുകയാണ്. സിയോനിൽ എന്താണോ, സിയോനിൽ എപ്രകാരമാണോ കാര്യങ്ങൾ, അതിലേക്ക് കടക്കുകയാണ്. നമ്മൾ സിയോനിലേക്ക് ഉള്ള യാത്രയിലാണ്, പരമസിയോനിലേക്കുള്ള യാത്രയിലാണ്. പക്ഷെ ഇനി മേൽ നമ്മൾ ആരല്ല? ഫറവോന്റെ അടിമകളല്ല. നമ്മൾ ഇപ്പോൾ പുതിയ ജീവിതം പഠിക്കുകയാണ്. അതുകൊണ്ടാണ് സ്നാനത്തിന് ശേഷം അവനോടുകൂടെ മരിച്ച് അവനോടുകൂടെ അടക്കപ്പെട്ട് അവനോടുകൂടെ ഉയിർത്തെഴുന്നേറ്റ നാം എന്തിനു വേണ്ടിയാണ് അവനോടുകൂടെ ഉയിർത്തെഴുന്നേറ്റത്? ജീവന്റെ പുതുക്കത്തിൽ അവനോടുകൂടെ നടക്കേണ്ടതിന് വേണ്ടി. ഇന്നലെ വരെ ലോകത്തോടുകൂടെ നടന്ന ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? യേശുവിനോടുകൂടെ ഒരു പുതിയ ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്, ഒരു പുതിയ ലോകത്തിൽ നടക്കുകയാണ്. കനാൻ നാട് എന്റെ മുന്നിലാണ്. കനാൻ നാട് ഇസ്രായേൽ മക്കൾ കണ്ടിട്ടുകൂടിയില്ല. ഈ പറയുന്ന ഒരു വ്യക്തിയും കനാൻ നാട് എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. എന്നാൽ ദൈവം എന്ത് ചെയ്യാണ്? അവരെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് ദൈവ ഭരണത്തിന് കീഴിലേക്ക് കൊണ്ടുവരികയാണ്. കാര്യം കനാൻ നാട്ടിൽ പൂർണ്ണമായും അവർ ദൈവത്തെ അനുസരിച്ചാലേ പറ്റുകയുള്ളൂ. ഇപ്പോഴ് അവർ മനഃപൂർവ്വമായി ദൈവത്തെ അനുസരിച്ച് പഠിക്കുകയാണ്. മരുഭൂമിയിൽ ദൈവം അവരെ അവരുടെ പാട്ടിന് വിടുകയല്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളാൻ പറയല്ല. നമ്മളെ രക്ഷിച്ചിട്ട്, യേശു കർത്താവ് നമ്മളെ രക്ഷിച്ചിട്ട് ഇനി നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോളാൻ പറഞ്ഞു വിടുകയൊന്നുമല്ല. യേശു പറയുന്നത് അതുകൊണ്ടാണ്, എന്ത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതിനോട് ചേർന്ന് പറയാണ്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. അപ്പം കർത്താവ് നമ്മളെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചിട്ട് നമ്മളെ സ്വതന്ത്രമായിട്ട് നീ എന്തോ വേണേൽ ചെയ്തോളാൻ പറഞ്ഞ് വിടുകയല്ല. പ്രത്യുത വേറൊരു നുകത്തിന്റെ കീഴിലേക്ക്. ആരുടെ നുകത്തിന്റെ കീഴിലേക്കാണ്? കർത്താവിന്റെ നുകത്തിന്റെ കീഴിലേക്ക് അവൻ നമ്മളെ കയറ്റി വിടുകയാണ്. നമ്മളെ ദൈവത്തോടുള്ള അനുസരണം പഠിപ്പിക്കുകയാണ്. നമ്മൾ മരുഭൂമിയിലാണ്. പക്ഷേ ഈ മരുഭൂമിയിൽ തന്നെ നമ്മൾ സിയോനിലെ ജീവിതം ജീവിക്കുകയാണ്, സ്വർഗത്തിലെ ജീവിതം ജീവിക്കുകയാണ്. മരുഭൂമിയിൽ വെറുതെ തള്ളിയിട്ടേച്ച് പോവുകയല്ല. ഈ മരുഭൂമിയിലേക്ക് ദൈവവും കൂടെ വരികയാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. ഈ മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്യുമ്പോൾ അവരോടുകൂടെ ആരും ഉണ്ട്? ദൈവവും യാത്ര ചെയ്യുകയാണ്. കനാൻ നാട്ടിലെത്തിയാൽ എന്നും ദൈവം അവരോടുകൂടെ ഇരിക്കും. പക്ഷെ മരുഭൂമിയിലും നമ്മൾ ദൈവത്തോടുകൂടെ തന്നെ ആയിരിക്കും. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന പ്രത്യേകത ഏതാണ്? 20-ാം വാക്യത്തിൽ അവർ സുക്കോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് മരുഭൂമിക്കരികെ ഏദോമിൽ പാളയമിറങ്ങി. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ നേരത്തെ ഫറവോന്റെ കങ്കാണികളാണ് അവരെ നയിച്ചതെങ്കിൽ ഇപ്പോൾ അവരെ നയിക്കുന്നത് ഫറവോന്റെ കങ്കാണികളല്ല, ചാട്ടവാറടിയല്ല. ആരാണ് ഇവിടെ നയിക്കാനുള്ളത്? അവർക്ക് വഴി കാണിക്കാൻ പകൽ മേഘസ്തംഭത്തിലും വെളിച്ചം കൊടുക്കുന്നത് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി നടന്നു. അപ്പോൾ മരുഭൂമിയിൽ യഹോവ ഒരു യാഥാർത്ഥ്യമാണ്. കനാൻ നാട്ടിൽ മാത്രമല്ല, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മാത്രമല്ല ദൈവം ഒരു യാഥാർത്ഥ്യമാകുന്നത്. നമ്മുടെ ഈ മരുപ്രയാണത്തിൽ ദൈവം നമുക്കൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ നമ്മോട് കൂടെ ദൈവമുണ്ട്. താൻ വീണ്ടെടുത്ത തന്റെ ജനമായ ഇസ്രായേലിനോടുള്ള മരുഭൂമിയിൽ ദൈവം കൂടാരമടിച്ചെന്നാ പറയുന്നത്. സമാഗമന കൂടാരം മരുഭൂമിയിലുണ്ട്. ആ മരുഭൂമിയിൽ ആരുണ്ട്? ദൈവമുണ്ട് നമ്മോടുകൂടെ. ഇസ്രായേൽ മക്കൾ കൂടാരങ്ങളിൽ പാർത്തു, ദൈവവും കൂടാരങ്ങളിൽ പാർത്തു, അവനോടുകൂടെ പാർത്തു. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ദേശം ഒരുക്കിയിട്ടുണ്ട്, അങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഏൽപ്പിച്ചേച്ച് പോവുകയല്ല. 2 ശമൂവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ 7-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ദൈവം തന്നെ പറയുന്ന ഒരു കാര്യം, എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പാൻ ഞാൻ കൽപ്പിച്ചാക്കിയ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഒന്നിനോട് എനിക്ക് ദേവദാരു കൊണ്ടൊരു ആലയം പണിയാതിരിക്കുന്ന എന്ത് എന്ന് ഞാൻ ഇസ്രായേൽ മക്കളോടുകൂടെ ഞാൻ സഞ്ചരിച്ച് വന്ന സ്ഥലങ്ങളിൽ എവിടെ വെച്ചെങ്കിലും ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടോ?
കർത്താവ് ചോദിക്കുക, എനിക്കൊരു സ്ഥലം പണിയാൻ ഞാൻ ആരോടെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഞാൻ അവര് താമസിച്ചിടത്ത് തന്നെ താമസിച്ചെന്നാ എന്റെ 6-ാം വാക്യത്തിലൂടെ പറയുന്നത്. ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്ന് വരെയും ഞാൻ ഒരു ആലയത്തിൽ അധിവസിക്കാതെ കൂടാരങ്ങളിലും നിവാസത്തിലുമല്ലോ സഞ്ചരിച്ചു വന്നത്. അപ്പോൾ കർത്താവ് നമ്മളെ വീണ്ടെടുത്തിട്ട് സ്വർഗത്തിൽ ചെന്നിട്ട് അങ്ങ് വന്നേരെ എന്ന് പറഞ്ഞ് കർത്താവ് പോയിരിക്കുകയല്ല. കർത്താവ് എന്ത് ചെയ്യുകയാണ്? ഈ മരുഭൂമിയിൽ നമ്മളോട് കൂടെ കൂടാരമടിച്ച് നമ്മൾക്ക് വഴികാട്ടിയായി അഗ്നിസ്തംഭമായി മേഘത്തൂണായി നമ്മോട് ചേർന്ന് നടക്കുകയാണ്, നമ്മോട് കൂടെ വസിക്കുകയാണ്. സ്വർഗത്തിൽ ചെന്നിട്ടല്ല നമ്മൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത്. ഇവിടെ ഭൂമിയിലും നാം ദൈവ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുകയാണ്. ഇവിടെയും നാം ദൈവജനമാണ്. ഭൂമിയിൽ ജീവിക്കുമ്പോഴും നാം ദൈവജനമാണ്. നമ്മൾ സ്വർഗം ഇവിടെ പ്രാക്ടീസ് ചെയ്യാണ്. വാഗ്ദത്ത ദേശത്തെത്തുമ്പോൾ അല്ലെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പരിപൂർണത അവിടെയുണ്ട്. അതൊരു ഫാക്റ്റാണ്. അവിടെ ദൈവത്തിന്റെ ഭരണത്തിന്റെ പരിപൂർണതയുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പരിപൂർണതയുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ ആയിരിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും പഴയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഓർക്കും. നമ്മൾ ഭൂമിയിൽ കർത്താവ് നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ മരുഭൂമിയിൽ നടത്തുന്ന സമയത്തും ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെന്നിരിക്കും. പക്ഷേ അവിടെ ഫറവോന്റെ ഓർമ്മ പോലും ഉണ്ടായിരിക്കത്തില്ല. എവിടെ? നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചെല്ലുമ്പോൾ അവിടെ ഫറവോന്റെ ഓർമ്മ പോലും ഉണ്ടാകത്തില്ല. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലായിരുന്ന സമയത്ത് മന്നാ തിന്നവരായിട്ടും ദൈവം അവർക്ക് ആവശ്യമായിട്ടുള്ള സകല സൗഭാഗ്യങ്ങളും നൽകി കൊടുത്തിട്ടും സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും ആദ്യം പ്രശ്നമുണ്ടാക്കുന്നത് സമ്മിശ്ര ജാതികളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ശരിക്കും എന്തല്ല, ദൈവത്തിന്റെ ജനമായി ദൈവത്തോട് ചേർന്ന് വന്നതൊന്നുമല്ല. ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിക്കുന്നത് കണ്ടപ്പം ഈ ദൈവം എന്നാ നല്ല ദൈവം ആയിരിക്കുമെന്നും വെച്ച് ഇവരുടെ കൂടെ കൂടിയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കുമെന്ന് വെച്ച് ഫറവോന്റെ അടിമത്തത്തെക്കാൾ ഇതായിരിക്കൂടാ കുറച്ചുകൂടെ നല്ലത് എന്ന് വെച്ച് അവരുടെ കൂടെ കൂടിയ ആളുകളാണ് ഈ സമ്മിശ്ര ജാതികൾ. ഇന്നും സഭയിൽ അങ്ങനെയുള്ള ആളുകളുണ്ട്. അവർ ദൈവദർശനം ഉണ്ടായിട്ട് വന്നവരൊന്നുമല്ല, ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് വെച്ച് വരുന്ന ആളുകൾ, അവരാ സമ്മിശ്ര ജാതികൾ. ഇന്ന് സഭയിൽ അവരുടെ നമ്പർ കൂടുകയാണെന്നുള്ള സംശയം എനിക്കുള്ളൂ. കാരണം യഥാർത്ഥ വീണ്ടും ജനനം പ്രാപിച്ചു വന്നവരും യഥാർത്ഥത്തിൽ വീണ്ടും ജനനം പ്രാപിക്കാതെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ്സിന് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, പ്രാർത്ഥിച്ചാൽ എനിക്ക് പിന്നെ ചിലപ്പോൾ രോഗസൗഖ്യം കിട്ടിയേക്കും, കുറച്ചുകൂടെ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ഒരു മനസമാധാനം കിട്ടിയേക്കും എന്നൊക്കെ വെച്ച് ദിസ് ഈസ് ബെറ്റർ എന്ന് പറഞ്ഞ് വരുന്ന ആളുകളുണ്ട്. ഞാനൊരു കാര്യം തീർത്ത് പറയാം. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു ബെറ്റർ റിലീജിയൻ എന്ന് വെച്ച് നിങ്ങൾ വന്നിട്ട് ഒരു കാര്യവും ഇല്ല. ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട് നിങ്ങളുടെ ദൈവത്തെക്കാളും നല്ല ദൈവം ഞങ്ങളുടെ ദൈവമാണെന്ന്. അങ്ങനൊന്നുമില്ല. നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞൊരു ദൈവം ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ദൈവത്തെക്കാൾ നല്ല ദൈവം ഞങ്ങളുടെ ദൈവമാകുന്നത്? There is only one God. You can never say our God is a better God. ഇതാണ് മെച്ചപ്പെട്ട മാർഗം എന്ന് പറഞ്ഞാൽ ആരെയും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഇതേ ഉള്ളൊരു മാർഗം, വേറെ മാർഗമില്ല. അപ്പൊ അതുകൊണ്ട് ഈ സമ്മിശ്ര ജാതികൾ ഇസ്രായേൽ മക്കളുടെ മേൽ ദൈവം പ്രവർത്തിക്കുന്ന അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന കർത്താവിന്റെ നീട്ടിയ ഭുജം കണ്ട്, അല്ലെങ്കിൽ കർത്താവ് അവർക്ക് ഫറവോന്റെ മേൽ വരുത്തിയ മിസ്രയീമിന്റെ മേൽ വരുത്തിയതായിട്ടുള്ള ആ ബാധകളൊക്കെ കണ്ടപ്പോൾ അയ്യോ ശക്തനായ ഒരു ദൈവമാണല്ലോ, എന്നാ പിന്നെ കൂടെ കൂടിയേക്കാമെന്ന് വെച്ച് കൂടിയവരായ ആളുകളാണ് ഈ സമ്മിശ്ര ജാതികൾ. അവർ ദൈവത്തെ കണ്ടിറങ്ങിയതല്ല, ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളെ കണ്ടിറങ്ങിയവരാണ്. അവർ മരുഭൂമിയിൽ വരുമ്പോൾ ദുരാഗ്രഹികളായി. പക്ഷെ പ്രശ്നം എന്ന് അറിയാമോ? സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായപ്പോൾ ഇസ്രായേൽ മക്കളും കരഞ്ഞുകൊണ്ടെന്ന്. അതാ പ്രശ്നം. ഈ സമ്മിശ്ര ജാതിയെ സഭയ്ക്കകത്ത് കൂട്ടിയാവുള്ള പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കരയുമ്പോൾ ഇസ്രായേൽ മക്കളും കരയും. വീണ്ടും ജനിച്ചവനെ പോലും ഇത് സ്വാധീനിക്കാൻ തുടങ്ങും. ദൈവത്തെ വിളിച്ചിട്ട് എനിക്ക് അത് കിട്ടുന്നു, ഇത് കിട്ടുന്നു, അത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പം അങ്ങനെയാണോ, അപ്പൊ ഞങ്ങൾക്കും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവരെ അനുകരിക്കാൻ തുടങ്ങും. വീണ്ടും ജനിച്ചവനെ അനുകരിച്ചാണ് സമ്മിശ്ര ജാതി പുറപ്പെട്ടത്. ഇപ്പൊ സമ്മിശ്ര ജാതിയെ അനുകരിച്ച് വീണ്ടും ജനിച്ചവൻ പോകുക. എന്തൊരു ഗതികേടാണെന്ന് ആലോചിക്കണം. അവർ പറയുന്നതെന്നറിയാമോ? ഇത് മനസ്സിലാക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ആരിറച്ചി തരും, ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇതാ പ്രശ്നം. മരുഭൂമിയിലെ ജീവിതത്തിൽ ശരിയായ വീണ്ടും ജനനം പ്രാപിക്കാതെ ഒരു വ്യക്തി മുന്നോട്ട് പോയാൽ
ശരിയായ ദൈവദർശനം പ്രാപിക്കാതെ ഒരു വ്യക്തി മുന്നോട്ട് പോയാൽ മരുഭൂമിയിൽ ദൈവസാന്നിധ്യം ഉണ്ടെങ്കിലും ഇടയ്ക്ക് പഴയ കാര്യങ്ങളും കൂടെ അവൻ ഓർക്കും. പക്ഷെ സ്വർഗത്തിൽ മിസ്രയീമിന്റെ ഓർമ്മ പോലും ബാക്കിയില്ല. അവിടെ സ്വർഗത്തിൽ ദൈവസാന്നിധ്യത്തിന്റെ പരിപൂർണതയാണ്, ദൈവഭരണത്തിന്റെ പരിപൂർണതയാണ്. അവിടെ ഉള്ളിയും ചുറ്റുള്ളിയും ഇറച്ചിക്കലവും ഒന്നും ആരും ഓർക്കത്തില്ല. അവിടെ ദൈവത്തിന്റെ സമ്പൂർണ്ണ സാന്നിധ്യവും സമ്പൂർണ്ണ അനുസരണവുമാണ്. അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്, സമ്പൂർണ്ണ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. ആ ജീവിതത്തിനായി ദൈവം നൽകുന്ന ഒരു പരിശീലന കളരിയാണ് നമ്മുടെ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത്. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സകലവും തീർന്നു.